സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധിയിൽ സർക്കാർ ഇടപെടൽ ഫലം കണ്ടു. പ്രശ്നപരിഹാരത്തിനായി ഉടൻ സിൻഡിക്കേറ്റ് യോഗം ചേരും. VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ യോഗത്തിൽ പങ്കെടുക്കും. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മന്ത്രി ആർ ബിന്ദുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സിൻഡിക്കേറ്റ് യോഗം ചേരാൻ തീരുമാനിച്ചത്. ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരള സർവകലാശാലയിൽ കഴിഞ്ഞ 3 ആഴ്ചയായി തുടർന്നു വരുന്ന ഭരണ പ്രതിസന്ധി അതൊരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ. ആ ഇടപെടലാണ് ഇപ്പോൾ ഫലം കാണുന്നത് എന്നുള്ള കാര്യമാണ്. മന്ത്രി ആർ ബിന്ദു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകൾക്ക് തന്നെ തുടക്കം കുറിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഇത്തരത്തിലുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്ന ഒരു ഘട്ടത്തിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ അദ്ദേഹം മന്ത്രിയെ ഔദ്യോഗിക വസതിയിൽ എത്തി മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടി VC സമ്മതം അറിയിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്നുള്ള നിലയിൽ എടുത്തു പറയേണ്ടത്. അത് തന്നെയാണ് മന്ത്രി ആർ ബിന്ദുവും വ്യക്തമാക്കിയത്. രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ആരാണ് സർവകലാശാലയുടെ രജിസ്ട്രാർ എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഒരു നിലപാട് വ്യക്തമാക്കാൻ VC തയ്യാറായില്ലെങ്കിലും സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ തയ്യാറായത് ഒരു ശുഭസൂചകമായി തന്നെയാണ് കാണുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി വ്യക്തമാക്കിയത്. ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമാണെങ്കിൽ ഗവർണറുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച അത് ആവശ്യമുള്ളൊരു സാഹചര്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിനും സർക്കാർ തയ്യാറാണ് എന്നുള്ള കാര്യം തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ ഒറ്റ കാര്യം മാത്രമാണുള്ളത്. അത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. സർവകലാശാലയിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിന് കാലതാമസം ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഭരണപ്രതിസന്ധി സർവകലാശാലയിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് മുൻനിർത്തി തന്നെയാണ് സർക്കാരിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇന്നാണ് 20 ദിവസങ്ങൾക്ക് ശേഷം കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമേൽ അദ്ദേഹം സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് എത്തിയത്. ഇത്രയും ദിവസം വലിയ പ്രതിഷേധങ്ങളുണ്ട്, അതുകൊണ്ടാണ് താൻ വരാത്തത് എന്നുള്ളൊരു ന്യായീകരണമാണ് നൽകിയത്. പക്ഷേ ഇന്ന് ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു ഇന്ന് VC മോഹനൻ കുന്നുമേൽ സർവകലാശാലയിൽ എത്തിയത്. അതിനുശേഷം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ മറ്റ് ജീവനക്കാരുടെ ഫയലുകളും അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഒപ്പിട്ടു. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം സ്വീകരിച്ചൊരു നിലപാടെന്ന് പറയുന്നത് രജിസ്ട്രാർ KS അനിൽകുമാറിനെയും അതോടൊപ്പം തന്നെ SFI പ്രവർത്തകരെയും കടന്നാക്രമിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആ വേദി ഉപയോഗിച്ചു എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത്. ബോധപൂർവം സസ്പെൻഡ് ചെയ്ത ഒരാള് ഇടിച്ചു കയറി ഈ ഫയൽ ഓരോന്നും നോക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഒരാൾ ക്രിമിനൽ കുറ്റം ചെയ്യുമ്പോൾ ഞാൻ അതിനെ എങ്ങനെ എൻഡോഴ്സ് ചെയ്യാം? പോലീസിൽ കൊടുത്തിട്ടുണ്ട് പരാതി. ഒരു രജിസ്ട്രാറും അയാളെ പിന്തുണയ്ക്കുന്ന സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ആളുകളും കുറച്ച് രാഷ്ട്രീയ സംവിധാനങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ VCക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും തുടർന്ന് അതിനുശേഷം ഈ സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചത് സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ RSS ഭാരതാംബ ചിത്രം ഉയർത്തിയതിനെ കുറിച്ചായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചപ്പോൾ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോകുന്ന VC മോഹനൻ കുന്നുമേലിനെയാണ് നമ്മൾ കണ്ടത്. അത്രത്തോളം പ്രകോപിതനായിട്ടായിരുന്നു അദ്ദേഹം ആ ഒരു ചോദ്യത്തോട് പ്രതികരിച്ചത് എന്നുള്ളതും കൂട്ടിച്ചേർക്കേണ്ടത് തന്നെയാണ്. പക്ഷേ കാര്യങ്ങളെല്ലാം സമവായത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ന് രജിസ്ട്രാർ KS അനിൽകുമാറും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ ഇന്ന് സർവകലാശാലയിൽ എത്തുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കൂടി പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ സർവകലാശാലയുടെ പ്രവർത്തനം അത് സുഗമമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കും. അതിന് ഈ സിൻഡിക്കേറ്റ് യോഗം നിർണായകമാകും എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് പ്രധാനമായും ഉള്ളത്. ശരി, ഷീജ വിവരങ്ങൾ നൽകിയത്.